ഇനിയും ഇതിൻ്റെ പിന്നിൽ കണ്ണികളുണ്ട് എന്നാണ് വിവരം. ഇത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അധ്യാപകർ ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ വിൽപ്പനക്കാരായി മാറുന്നു, പണം സമ്പാദിക്കുന്നു. ഇവരിനി കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ പേടി. 3 അധ്യാപകരെ അറസ്റ്റിലാണ്. വളരെ ഷോക്കിംഗ് ആയിട്ടാണ്. ഒരു ഡോക്ടർ അറസ്റ്റിലാണ്, ഒരു പ്രാക്ടീസിങ് ഡോക്ടർ അറസ്റ്റിലാണ്. കേസാണ്, അറസ്റ്റാണോ നോക്കണം. ഞാനിവിടെ 3 ഫോട്ടോ വയ്ക്കുന്നുണ്ട്, 3 അവൾമാരുടെ. ഇവളെയൊക്കെ എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അധ്യാപകരാണ്. നമുക്കറിയാം വടകരയിൽ പേരാമ്പ്രയിൽ MDMA ബന്ധപ്പെട്ട് വിഷയത്തിൽ പൊക്കിയിട്ടുള്ള 3 അധ്യാപികമാരാണ്. ഇവളെയൊക്കെ എങ്ങനെ അധ്യാപകരെന്ന് വിളിക്കും? ഈ 3 എണ്ണത്തിന് വെറുക്കുന്ന ആളുകൾ. നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ വിട്ട് വിദ്യ കൊടുക്കേണ്ട, മക്കളെ പഠിപ്പിക്കേണ്ട അധ്യാപകരാണ്. അപ്പം ഇവളെയൊക്കെ വെറുക്കുന്ന ആളുകൾ, സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് കല്ലെറിഞ്ഞ് ഊട്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇവളന്മാരെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾ അഭിപ്രായം ഒന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ. അതുപോലെ എല്ലാവരും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള അവൾമാർക്കെതിരെ ശക്തമായിട്ട് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ. ഇവളൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന സ്കൂളിലുണ്ടല്ലോ, സ്കൂളിലെ കുട്ടികളെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ സത്യം പറഞ്ഞാൽ ഈ കുട്ടികളെ കൂടെ ഇവൾമാരെ രീതിയിലേക്ക് കൊണ്ടുപോകുന്നൊരു സംശയമുണ്ട്. ഈ എല്ലാ സ്കൂളുകളിലെയും ഈ അധ്യാപകന്മാരെ, ഇത് വലിയ ഞെട്ടലുള്ള സംഭവമൊന്നുമല്ല, മിക്കുള്ളിടത്തും നടക്കുന്ന സംഭവമാണ് ഇതൊക്കെ. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കും, കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നമ്മുടെ സർക്കാർ എന്താണ് ഇവിടെ ചെയ്തു വെച്ചെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക്, ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ തൂഫാൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് തൂഫാൻ ശക്തമാക്കിയപ്പോഴത്തേക്ക്, ആഭ്യന്തരം ഒന്ന് മാറിയപ്പോഴത്തേക്ക് കണ്ടില്ലേ എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നതെന്ന്. കുട്ടികൾക്ക് വിദ്യ കൊടുക്കേണ്ട, അറിവ് പകർന്നു കൊടുക്കേണ്ട, ഗുരുസ്ഥാനത്ത് നിൽക്കേണ്ട ആളുകൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ഇവൾമാരെയൊക്കെ ഉണ്ടല്ലോ. ഇവൾമാരെയൊക്കെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇനി ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് പിടിക്കപ്പെടുന്ന ആളുകളുടെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടിയെങ്കിൽ വിടണം. കുടുംബത്തിനെ വരെ വഴിയാധാരമാക്കി ഇറക്കി വിടണം. അത് കാണുമ്പോഴത്തേക്ക് ഒരുത്തനും ഒരവൾമാരും ഈ പരിപാടിക്ക് നിൽക്കത്തില്ല. ഞാനിവിടെ ഒരു വാർത്ത വെച്ച് തരാം. അതിനകത്ത് രമേശ് ചെന്നിത്തല കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഇവൾമാരുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വാർത്ത നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എന്തായാലും ഇവൾമാരെയൊക്കെ കല്ലെറിഞ്ഞ് ഓട്ടിക്കണമെന്ന് ആഗ്രഹമുള്ള നമ്മളെയൊക്കെ മക്കളുമാർ സ്കൂളിൽ പോയി പഠിക്കുന്നത് ഇവൾമാരെയൊക്കെ ഇതുപോലുള്ള തീട്ട കേസിൻ്റെ അടുത്താണെന്ന് ആലോചിക്കുമ്പോഴത്തേക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾമാരെല്ലാം ഡിവോഴ്സ്ഡ് ആണ്. അപ്പം ഇങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളെല്ലാം ഡിവോഴ്സ്ഡ് ആണെന്നാണ് പൊതുവേ പറയുന്നൊരു സംസാരം ഇപ്പം. എന്തായാലും നിങ്ങൾ ആ ഒരു വാർത്ത ഒന്ന് കണ്ടു നോക്കേ. കോഴിക്കോട് വടകരയിൽ അധ്യാപികമാർ പ്രതികളായ MDMA കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലാകാനുണ്ടെന്ന് കണ്ണൂർ DIG. പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് പോലീസിന്റെ നീക്കം. വൻ തുകയാണ് പ്രതികളുടെ അക്കൗണ്ടിലേക്ക് വന്നത്. വാഹന പരിശോധനയ്ക്കിടെയാണ് ഓട്ടോറിക്ഷയിൽ നിന്ന് 2 ഗ്രാം MDMA-യുമായി സഫ്വാൻ എന്ന യുവാവ് പിടിയിലായത്. ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് കീർത്തന, കാവ്യ, നീഷ്മ എന്നീ അധ്യാപകർ പിടിയിലാകുന്നത്. ഇവരിൽ നിന്നാണ് MDMA വിൽപ്പനയിലെ പ്രധാന കണ്ണിയായ കണ്ണൂർ ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസ് അറസ്റ്റിലായത്. കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇനിയും ഇതിൻ്റെ പിന്നിൽ കണ്ണികളുണ്ട് എന്നാണ് വിവരം. ഇത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അധ്യാപകർ ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ വിൽപ്പനക്കാരായി മാറുന്നു, പണം സമ്പാദിക്കുന്നു. ഇവരിനി കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ പേടി. അതും പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കീർത്തനയും കാവ്യയും ചേർന്ന് പേരാമ്പ്രയിൽ ബൺമസ്ക കച്ചവടം നടത്തിയിരുന്നു. ഈ കട കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ലഹരി വിൽപ്പനയ്ക്കായി വിദേശ ഫോൺ നമ്പറുകൾ പലതവണ ഉപയോഗിച്ചു. 6 മാസത്തെ ബാങ്കിലെ ഇടപാടുകൾ തന്നെ കോടികൾ വരുമെന്ന് DIG K കാർത്തിക് പറഞ്ഞു. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട്സ് പരിശോധിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ തന്നെ നമുക്ക് 1 കോടി അധികം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി നോക്കിയപ്പോൾ അദ്ദേഹം ഒരു സാധാരണ ഒരു ഡെലിവറി ഏജൻറ്റാണ്. മറ്റു പ്രതികളുടെ ട്രാൻസാക്ഷൻസ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ അവിടെയും ലക്ഷക്കണക്കിന് പൈസ ട്രാൻസാക്ഷൻ നടന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലഹരി മരുന്ന് കച്ചവടം നടത്തുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടാനും പോലീസ് നീക്കം ആരംഭിച്ചു. SSKക്ക് കീഴിലെ സ്പെഷ്യൽ അധ്യാപകരുടെയും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെയും അടിയന്തര യോഗം വിളിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. കോഴിക്കോട് ജില്ലയിലെ അധ്യാപകരുടെ യോഗം ഈ ആഴ്ച തന്നെ നടക്കും. ഇതിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം നമുക്ക് അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇതുപോലെയുള്ള ടീംസുകളൊക്കെ നമ്മളെ കുട്ടികളെയാണ് വഴിതെറ്റിക്കുന്നത്. കുട്ടികളെയാണ് അവർ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യുന്നത്.
കുട്ടികളെ ലഹരി കൊടുത്തിട്ട് പിന്നെ ഇതിനങ്ങ് അടിമയാക്കിയിട്ട് പിന്നെ അവരെ കൊണ്ട് വേടിപ്പിക്കാനെ കൊണ്ടൊരു പ്രോത്സാഹനം കൊടുക്കുവാണ്. ഇവൾമാരുടെ അക്കൗണ്ടിലൊക്കെ പൂത്ത പൈസ വരികയും ചെയ്യും. കുട്ടികൾ ഇത് അടിച്ച് നശിച്ച് നാറായണക്കല്ലായി അവരെ കുടുംബം നശിച്ചു പോവുകയും ചെയ്യും. ആലോചിച്ച് നോക്കിയേ, ഇവളമാരെയൊക്കെ എന്താ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതല്ല ഇത് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെല്ലാം സ്വത്തുക്കൾ കെട്ടണം. അതാണ് വേണ്ടുന്നത്. സ്വത്തുക്കളെല്ലാം കുടുംബത്തിനെ പെരുവഴിയിൽ ഇറക്കി വിടണം. എന്നാൽ മാത്രമേ ഇത് പഠിക്കുന്നുള്ളൂ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ചില ആളുകൾ വിചാരിക്കും അവർ ചെയ്ത് തെറ്റിനതിന് കുടുംബക്കാരെ പഴിചാരുന്നതിന്. കുടുംബക്കാർ തെരുവിൽ ഇറങ്ങണം. എന്നാൽ മാത്രമേ ഇത് കാണുന്ന വേറൊരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി ഇത് കാണുമ്പോഴത്തേക്ക് കണ്ടോ അവനിക്ക് ഇതാണ് ചിന്തിക്കണം. ഞാൻ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബങ്ങൾ തെരുവിലിറങ്ങി തെണ്ടുമല്ലോ എന്നുള്ളൊരു പേടി വേണം. കണ്ടില്ലേ, ഇവരെയൊക്കെ കീഴിൽ പഠിക്കുന്ന മക്കളുമാരുടെ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, പേടിക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നും വലിയ ഞെട്ടലുള്ള സംഭവമൊന്നുമല്ല. ഇതൊക്കെ മിക്കുള്ള സ്കൂളുകളിലും നടക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, സ്കൂൾ ടൈമിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര അധ്യാപകരെ എത്ര വിദ്യാർത്ഥികളെല്ലാം കൈയോടെ പൊക്കി തെളിവ് സഹിതം പിടിക്കാൻ സാധിക്കും. യാതൊരു സംശയമില്ല. ഇതൊക്കെ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഇനി ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകെ. വളരെ ഗൗരവമുള്ള ഇതാണ് കിട്ടിയിരിക്കുന്നത്. 3 അധ്യാപകരെ അറസ്റ്റിലാണ്. വളരെ ഷോക്കിംഗ് ആയിട്ടാണ്. ഒരു ഡോക്ടർ അറസ്റ്റിലാണ്. ഒരു പ്രാക്ടീസിങ് ഡോക്ടർ അറസ്റ്റിലാണ്. കേസാണ്. അറസ്റ്റാണോ നോക്കണം. കേസാണ്. വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അധ്യാപികമാർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് എത്രമാത്രം ഈ ലഹരി മരുന്ന് വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ നെറ്റ്വർക്ക് എത്ര വലുതാണെന്നുള്ളതിൻ്റെ ഒരു വലിയ ഇതാണ് റിയാക്ഷൻ. അപ്പോൾ തൂഫാൻ നടക്കുന്നത് കൊണ്ടാണ് അതിശക്തമായി കർശനമായി ആ പദ്ധതി സർക്കാർ നടപ്പാക്കുകയാണ്. നമ്മളൊരു പ്രയോറിറ്റി പ്രോഗ്രാമാണ് തൂഫാൻ എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ. ഒന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇത്രയും ലഹരി മാഫിയ വർദ്ധിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ രമേശ് ചെന്നിത്തല പുള്ളിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ബിഗ് സാല്യൂട്ട് കൊടുക്കുവാണ്. കാരണം ഇപ്പോഴെങ്കിലും ഇതിനൊരു കടിഞ്ഞാണ് ഇട്ടുകൊണ്ട് ഇതുപോലുള്ള, കാരണം ഇത് ഇവിടെ കൊണ്ട് നശിച്ച് തീരണം. ഈ ലഹരി കാരണം എത്ര കുടുംബങ്ങൾ നശിച്ച് നാറായണക്കല്ലായിട്ടുണ്ട് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ലഹരി കാരണം ഇവിടെ രമേശ് ചെന്നിത്തല ഈ തൂഫാൻ പദ്ധതി കൊണ്ടുവന്നത് ഭയങ്കര എനിക്ക് ഇതിനകത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, പെരുമ്പാവൂർ കുറേ ടീംസുകളുണ്ട്. ഈ പറഞ്ഞ പോലെ പെരുമ്പാവൂർ ഒരു കോളനി ഉണ്ടല്ലോ, ബംഗാളികൾ കയറി കിടക്കുന്നത്. അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കിടക്കുന്ന ബംഗാളികളെല്ലാം അടിച്ചു ഓടിച്ച് അവന്മാരെ നാട്ടിൽ വിടണം. അതാണ്. ഒരു ID കാർഡ്, ഒരു രേഖയും, ഒരു മണ്ണാങ്കട്ടയും ഇല്ലാതെയാണ് കുറേ എണ്ണം അവിടെ കിടന്നിട്ട് ലഹരി വിൽപ്പനയും ലഹരി ഉപയോഗം കൊണ്ടിട്ട് കള്ളിനും പെണ്ണിനും കഞ്ചാവിനൊക്കെ അടിമയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എറണാകുളത്ത് പോയിട്ടുള്ള ആളുകൾക്കറിയാം. എറണാകുളം ബസ് സ്റ്റാൻഡ്, നോർത്തും സൗത്തും ഒരു ബസ് സ്റ്റാൻഡിലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ലഹരി മാഫിയെ കൊണ്ടിട്ട്. ഈ ബംഗാളികൾ ഇവന്മാരെയൊക്കെ അവിടെ നിന്ന് അടിച്ചോടിക്കണം. അതാണ് വേണ്ടത്. ലഹരിയുടെ കൊട്ടകയാണ് പെരുമ്പാവൂർ. അതുപോലെ ഇത് പുറത്ത് സ്റ്റേറ്റിൽ നിന്ന് ബാംഗ്ലൂർ, കർണാടക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് കൂടുതൽ കൊണ്ടുവന്നത്. ബോർഡറുകളിൽ ചെക്കിങ് ഏർപ്പെടുത്തുക നല്ല രീതിയിൽ. അപ്പം ഇങ്ങനെയൊക്കെ കുറേ സിസ്റ്റങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത് തടയാൻ നമുക്ക് സാധിക്കും. ഇതിങ്ങനെ ഈ അധ്യാപികമാർ ഇങ്ങനെയുള്ള ഇത് ഉത്തരവാദിത്തത്തോടെ ഉള്ള ചുമതലയിലിരിക്കുന്ന ആരെങ്കിലും ഇതുപോലുള്ള തെണ്ടിത്തരം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കർശന നടപടിയെടുക്കണം. അതാണ് വേണ്ടുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വാർത്ത, ഒരു മറുനാടനകത്ത് വന്നൊരു വാർത്ത ഇവിടെ വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടോക്കെ. ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ പരിശോധനയിലൂടെയാണ് അധ്യാപക പദവിയുടെ മാന്യതയെ മറയാക്കി പ്രവർത്തിച്ച വൻ ലഹരി ശൃംഖല പുറത്തുവരുന്നത്. പേരാമ്പ്ര BRCക്ക് കീഴിലെ ഓട്ടിസം സെന്ററിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികയെ VP നീഷ്മയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തതോടെ നേരത്തെ പിടിയിലായ കീർത്തനയും കാവ്യയും അടങ്ങുന്ന അധ്യാപികമാരുടെ ബസ്തി കൂട്ടുകെട്ട് എത്രത്തോളം ആഴത്തിൽ മയക്കുമരുന്ന് മാഫിയയിൽ ആണ്ടുപോയി എന്ന് വ്യക്തമാകുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്ക് അധ്യാപനം എന്നത് കേവലം ഒരു സാമൂഹിക പ്രതിരോധ കവചം മാത്രമായി മാറുന്ന ഭീതിതമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ സാമൂഹിക ഘടന എത്തി നിൽക്കുന്നത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് 3 പേര് ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെടുന്നത്. പെട്ടെന്ന് പണം ലഭിക്കാനുള്ള വഴിയായി MDMA കണ്ണികളായി മാറും. 3 പേരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും പോലീസ് പറയുന്നുണ്ട്. ആദ്യം ലഹരി ഉപയോഗിച്ചു, അതിൽ സുഖം കണ്ടെത്തി, പിന്നീടത് വിൽപ്പനക്കാരായി, അങ്ങനെ ഇടനിലക്കാരായി, ലക്ഷങ്ങൾ വരവായി, വലിയൊരു ബസ്തി കൂട്ടുകെട്ടായി. എന്നാലും ഇതിനെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. മാത്രമല്ല വലിയ ശൃംഖല തന്നെ ഇവരുടെ പിന്നിലുണ്ടെന്നും പോലീസ് പറയുന്നു. ആദ്യം സ്വന്തം ആവശ്യത്തിന് MDMA വാങ്ങുകയും പിന്നീട് വിൽപ്പനക്കാർ ആവുകയുമായിരുന്നു. 3 പേരും അധ്യാപികമാർ ആയതിനാൽ
സംശയം വരില്ല എന്നതിനാൽ മയക്കുമരുന്ന് മാഫിയ അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ ഗൗരവമായി വിശകലനം ചെയ്യപ്പെടേണ്ടത് ഈ കുറ്റകൃത്യത്തിന്റെ സങ്കീർണമായ സാമ്പത്തിക സാമൂഹിക തലങ്ങളാണ്. അധ്യാപികമാർ എന്ന മാന്യമായ തൊഴിൽ മേൽവിലാസമുള്ളതിനാൽ പൊതുസമൂഹത്തിന്റെയോ പോലീസിന്റെയോ സംശയം തങ്ങളിലേക്ക് നീളില്ല എന്ന മാഫിയയുടെ കൃത്യമായ കണക്കുകൂട്ടലാണ് ഇവിടെ പ്രവർത്തിച്ചത്. സദാസമയം ഒരുമിച്ചുണ്ടായിരുന്ന ഈ മൂവർ സംഘം ലഹരി ഉപയോഗത്തിൽ മാത്രം ഒതുങ്ങാതെ ലഹരി മാഫിയയുടെ അനധികൃത പണമിടപാടുകൾ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ വഴി കൈകാര്യം ചെയ്യുന്ന മണി മ്യൂളുകളായി മാറുകയായിരുന്നു. ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് രൂപ ഇളമുറക്കാരായ ഈ താൽക്കാലിക അധ്യാപികമാരുടെ ഒഴുകിയെത്തിയെന്നത് അത്യാഗ്രഹവും ധനാസക്തിയും യുവതലമുറ എങ്ങനെ വഴിതെറ്റിക്കുന്നതിന്റെ തെളിവാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ലഹരി മാഫിയയുമായി ബന്ധപ്പെടുകയും കമ്മീഷൻ വ്യവസ്ഥയിൽ ലഹരി മരുന്നുകളുടെ ലൊക്കേഷനുകൾ കൈമാറുകയും ചെയ്ത ഇവർ വിദ്യാസമ്പന്നരായ യുവാക്കൾ പോലും എത്ര എളുപ്പത്തിലാണ് ഈ കുറ്റകൃത്യങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് ആകൃഷ്ടരാകപ്പെടുന്നതെന്നത് വ്യക്തമാക്കുന്നു. ആഡംബര ജീവിതത്തിനും പെട്ടെന്ന് പണക്കാരനാകാനുമുള്ള പ്രവണതയും ഇത്തരം സാമൂഹിക വിപത്തിലേക്ക് ജനങ്ങളെ തള്ളിയിടും. ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾമാർക്ക് MDMAയും ഈ ലഹരിയൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ടീമുണ്ടല്ലോ, ഏതെങ്കിലും ഒരുത്തം കാണുമല്ലോ, അവനെ പിടിക്കുക. അവനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനെയും പൂട്ടാൻ സാധിക്കും. ഒന്നാലോചിച്ച് നോക്കി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വാർത്ത ഉണ്ടായിരുന്നു. ഇവൾമാർ സൂംബ ഡാൻസ് പഠിപ്പിക്കാനൊക്കെ പോകുന്നവൾമാരാണ്. അപ്പോൾ അവിടെയും പോയിട്ട് എത്ര കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് ഇത് ഇവളെയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ വരും എത്ര കുട്ടികൾ ഇവൾമാരെയൊക്കെ വലയിൽ വീണിട്ടുണ്ടെന്ന്. സൂംബ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് സിഗരറ്റൊക്കെ താഴെ പോക്കറ്റിൽ നിന്നൊക്കെ വീണിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. എന്തായാലും നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തും നമ്മളെ കുട്ടികൾ സേഫ് അല്ല എന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതിനകത്ത് പറഞ്ഞതുപോലെ എല്ലാ സ്കൂളുകളിലെയും അധ്യാപകരാണെന്ന് പറഞ്ഞിട്ട് സംശയിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ സ്കൂളുകളിലും മാനേജ്മെൻറ്റും നിങ്ങൾ കുട്ടികളെ മാത്രം നിങ്ങൾ നിരീക്ഷിക്കാതെ നിങ്ങളെ കീഴിലുള്ള അധ്യാപകരെ കൂടി നിങ്ങളൊന്ന് നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പ്രതികരണം കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.